ഈ SIT ആണല്ലോ അന്വേഷിക്കുന്നത്. ആദ്യമേ പറഞ്ഞു SITക്കാർ ശക്തരായിട്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ 1-2 ഉദ്യോഗസ്ഥന്മാരെ പറ്റി ഇവർ ചില വിമർശനം പറഞ്ഞു. കോടതി വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കോടതിയാണ് ഇത് നടത്തുന്നുള്ള എല്ലാവർക്കും അറിയാം, അല്ലാതെ വേറെ ആരും ഇടപെടുന്നതല്ല. ഇത് BJP പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് എന്താ, സോണിയാഗാന്ധിയും പിന്നെ അതിനകത്ത് പിന്നെ പത്തനംതിട്ട MPയുടെയാണെന്ന് തോന്നുന്നു 2 പേരെ പറയുന്നത് കേട്ടോ. BJPയുടെ പ്രസിഡൻറ്റും മുൻ പ്രസിഡൻറ്റും കൂടി ഇരുന്നിട്ട് പത്രസമ്മേളനം നടത്തി. അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇവരാണ് സോണിയാഗാന്ധിയുടെ എല്ലാം കൂടെ നിൽക്കുന്നുണ്ട്, പടം ഉണ്ട്. SIT അത് അന്വേഷിക്കുന്നുണ്ടല്ലോ ഏത് കാര്യവും. അത് കഴിഞ്ഞ് പറയാം തന്ത്രി മാത്രം പോരാ, മുൻ മന്ത്രിമാരും. ഇതൊക്കെ രാഷ്ട്രീയമായിട്ടൊരു പ്രാസത്തിന് വേണ്ടി പറയാം. അന്വേഷിക്കുന്നവർ അന്വേഷിച്ചോട്ടെ, ആരെയും സംരക്ഷിക്കാൻ ആരെയും നിൽക്കുന്നോ? അതിനകത്ത് കൃത്യമായ നിലപാടുണ്ടല്ലോ. തെറ്റ് കാണിച്ചിട്ടുള്ള ഒരാളെയും സംരക്ഷിക്കേണ്ട കാര്യം ആർക്കുമില്ല. എന്തിനാ അതിൻ്റെ കാര്യത്തിനകത്ത് പിന്നെ ഇങ്ങനെ ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അപ്പോൾ BJP പറയുന്നു അങ്ങോട്ട് വിട്, ഞങ്ങൾ അന്വേഷിക്കാം, ഞങ്ങൾ തന്നെ എടുക്കാമെന്ന്. ഇവിടെ കോൺഗ്രസ് പറയുന്നു ദാ ഇന്നാളെ എടുക്കണം. അതൊന്നും അല്ല അന്വേഷണം, അതൊന്നും ഒരു ശരിയായ രീതിയില്ല. അപ്പം ഇക്കാര്യത്തിൽ തന്നെ ഈ പിന്നെ ഭരണപക്ഷം അല്ലാത്ത 2 പാർട്ടികളാണല്ലോ BJPയും കോൺഗ്രസും. ഈ 2 പേർക്കും വ്യത്യസ്ത അഭിപ്രായമാണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അന്വേഷണം നടക്കട്ടെ, അതിനെപ്പറ്റി അതിന് പിന്തുണയ്ക്കുമല്ലേ. പിന്നെ കോടതി, ഹൈക്കോടതിയും സുപ്രീം കോടതിയും പോലുള്ള കോടതികൾ ഉൾപ്പെടെ ഇക്കാര്യമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതനുസരിച്ച് നോക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നതനുസരിച്ച് ആ കാര്യം നടക്കേണ്ടതെന്ന് പറയുന്നതാണ് അതിനകത്ത് തെറ്റ്. എവിടെയാണ് ആർക്കാ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്? വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇന്നീ പറഞ്ഞ നേതാക്കന്മാർക്കാ. അതിനെപ്പറ്റിയൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു വാർത്തയും അവിടെ ഇല്ല. അതൊക്കെ ഈ ഒരു ഗോസിപ്പ് അങ്ങനല്ല.